ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അജീഷാണ്, ഇടുക്കി ചില്ലീസ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ഉദയഗിരിയാണ്. ഉദയഗിരിയിലെ ടവർ ജംഗ്ഷൻ്റെ അടുത്താണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് 360 ഡിഗ്രിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പക്ഷേ ഇന്ന് ശരിക്കും കോടമഞ്ഞൊക്കെ ഇങ്ങനെ കയറി നിൽക്കുകയാണ് കേട്ടോ. മഴക്കാലമായാൽ ഫുള്ള് കോടയാണ് ഇവിടെ. അപ്പം ഞാനോർത്തെ കോടയൊക്കെ ഉള്ളൊരു സമയം എടുക്കാമെന്ന് ഓർത്തുകൊണ്ടാണ്. അത് നമുക്ക് പിന്നീട് ഒരു ദിവസം നല്ല അടിപൊളിയായിട്ട് എടുക്കാം. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാഴ്ചകളാണ്. നമ്മൾ ഈ ടവർ ജംഗ്ഷൻ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്നത് ഉദയഗിരി ഗ്രാമം കാണാൻ വേണ്ടിയാണ്. ഒരു വെറൈറ്റി പള്ളിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രാമം എടുക്കാമെന്ന് വെച്ചത്. അപ്പം മാത്രമല്ല കുറേ തേയിലക്കാടുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ. അപ്പം പുതിയ കാഴ്ചകളിലേക്കും പുതിയ വിശേഷങ്ങളിലേക്കും സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഈ മൊബൈൽ ഫോണൊക്കെ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറിയ ഫോണില്ലേ, നോക്കിയുടെ മറ്റേ കുണുകുണാന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു മ്യൂസിക്കൊക്കെ അല്ലേ, എൻ്റെ പേര് ഞാൻ വിട്ടുപോയി, താഴെ എഴുതി കഴിക്കാൻ 007 അങ്ങനെ കണ്ടത് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ടവറിൻ്റെ പേരെഴുതി കാണിക്കുമായിരുന്നു. അങ്ങനെ ഇടുക്കിയിലെത്തുന്ന ആളുകളുടെ ഫോണിനകത്ത് ഏകദേശം ആദ്യം എഴുതി കാണിച്ചുകൊണ്ടിരുന്ന ഒരു പേരാണ് ഉദയഗിരി എന്ന് പറയുന്നത്. അതിനു മുമ്പ് പ്രകാശായിരുന്നു കേട്ടോ. അപ്പോൾ പ്രകാശിൽ ഒരു ചെറിയ ടവർ ഉണ്ടായിരുന്നു. ആ ടവർ വേണ്ടെന്ന് വെക്കുകയോ ചെയ്തത്. അതിനൊരു ചരിത്രമുണ്ട്, ആ ചരിത്രം ഞാൻ പറയാം. അപ്പം ഉദയഗിരി ടവറിൻ്റെ ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ വഴിക്കടെ കുറച്ച് ദൂരം ഇങ്ങോട്ട് ഇറങ്ങി വന്നു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നും മച്ചാമാരെ അത് നോക്കിയേ, നമ്മൾ മൂന്നാറൊന്നും പോകണ്ട കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട് നമ്മുടെ തേയിലക്കാട്. നോക്കിയേ, ഇതൊക്കെ ഫുള്ള് പ്രൈവറ്റ് വ്യക്തിയുടെയാണേ. ഈ തേയിലക്കാടൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഓർക്കും ഇവിടെ ഈ തേയില കൃഷി എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ ഈ ഉദയഗിരിയിൽ ഒരു തേയില ഫാക്ടറി ഉണ്ട്. നമ്മുടെ തങ്കമണി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ കുറേ കൃഷിക്കാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തിരിക്കുന്ന നല്ലൊരു തേയില ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഇവരെ എടുത്ത് കൊളുന്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ട് ഇവിടെ നിന്ന് കൊളുന്തൊക്കെ ഞുള്ളി എടുത്തുകൊണ്ട് മൂന്നാറിനും അതുപോലെ വാഗമണ്ണിനൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ പോയിക്കൊണ്ടിരുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിജനമായിട്ട് കിടക്കുമായിരുന്നു. ഒരു വീട് പോലും ഇല്ലാതിരുന്ന മേഖലയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ 1-2 വീടുകളൊക്കെ ഇവിടെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടോ. കുറേ അധികം ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ആ കാണുന്ന ടവറില്ലേ, അവിടെ പോയാൽ അതൊരു അസാധ്യമായ വ്യൂ ഉണ്ട്. ഞാൻ ചുമ്മാ കടയുടെ സൈഡിൽ ഒരു ചെറിയ ഇടവഴി കണ്ടു കേട്ടോ. അപ്പം നിലവിലയിലൂടെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ്. ഫുള്ള് പുൽമേടാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, നല്ല മഞ്ഞൊക്കെ ഉള്ള സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ വേറൊരു വൈബാണ്. അപ്പോൾ നമ്മളിത് അടുത്ത ടവറിൻ്റെ ചോട്ടിലേക്ക് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വേറൊരു വൈബാണ്. പക്ഷേ വണ്ടി അവിടെ വരെ കയറി ചെല്ലുമെന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും നല്ല ആംബിയൻസ്, പക്ക ഓഫ് റോഡൊക്കെ നടത്തിയാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത് കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ആംബിയൻസാണ് കിട്ടുന്നത്. ഈ സൈഡൊക്കെ നമ്മൾ നോക്കി. യെസ്, ഫൈനലി നമ്മളങ്ങനെ റിസ്ക് എടുത്ത് ആ മലയുടെ ടോപ്പിലേക്ക് നമ്മൾ എത്തി. എൻ്റെ പൊന്നും മച്ചാമല, ഇവിടെ ഒരു കുരിശുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ റോട്ടിൽ നിന്ന് കണ്ടായിരിക്കുന്ന ആ ഒരു ടവറിൻ്റെ ചോട്ടിലാണ്. ടവർ കുറച്ച് മാറിയാണ്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആംബിയൻസ് കണ്ടോ, ആ ഇൻ്റർനാഷണൽ സ്കൂളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ കുരിശിനോട് ചേർന്ന് തന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലോങ് സൈറ്റിൽ നമുക്ക് ഉദയഗിരി ഗ്രാമം കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് കാണാമോന്ന് അറിയത്തില്ല. അതാണ് ഉദയഗിരി ഗ്രാമം. അപ്പം അവിടുത്തെ പള്ളിയും കൃഷിത്തോട്ടങ്ങളുടെ എല്ലാം കാഴ്ചയുണ്ട്. ഇനി നമ്മൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് കടന്നാലോ.
അങ്ങനെ എല്ലാവരും ഡ്രോൺ ഷോട്ടൊക്കെ കണ്ടില്ലേ, അടിപൊളിയല്ലായിരുന്നു. അപ്പം ഇതാണ് ഇവിടുത്തെ വഴി കേട്ടോ. അപ്പം നമ്മൾ നേരെ ഇനി ഉദയഗിരി ഗ്രാമത്തിലേക്കാണ്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് നമുക്ക് നല്ല അടിപൊളി വീട്ടിൽ വെക്കുന്ന ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവർ ഗാർഡൻ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളിതേ മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ഉദയഗിരി ഗ്രാമത്തിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് ലോങ് സൈറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദയഗിരി പള്ളിയും സ്കൂളും അതുപോലെ അങ്കൻവാടിയും ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഇറങ്ങി ചെല്ലുന്ന ജംഗ്ഷനിലെ ഇവിടെ നിന്ന് ഇടത്തേക്ക് ഒരു വഴിയുണ്ട് കേട്ടോ. ആ വഴി എന്ന് പറയുന്നത് തങ്കമണിക്ക് പോകാൻ പറ്റുന്ന വഴിയാണ് ആ വഴി. അപ്പോൾ ബോർഡൊക്കെ വെച്ച് അങ്ങ് പോയി തങ്കമണിക്ക് പോകാൻ പറ്റും. ഈ വഴിയാണ് കേട്ടോ. അപ്പോൾ ഈ വഴി ഇങ്ങനെ പോകുന്ന വഴിക്കും അടിപൊളി ആംബിയൻസാണ്, നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഉദയഗിരി ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ ഉദയഗിരി ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ കുരിശുണ്ടോ. ഈ കുരിശിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത് കുപ്പച്ചാമ്പടിയിലേക്കാണ് പോകുന്നത്. അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റും. അതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ കടകൾ, ധാരാളം ഷോപ്പുകളൊക്കെ ഉള്ളൊരു മേഖലയാണ്. നമുക്ക് ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മനോഹരമായിട്ടുള്ള ഒരു പള്ളിയുള്ളൂ കേട്ടോ. ആ പള്ളിയാണ് ശരിക്കും ഈ ഉദയഗിരി ഗ്രാമത്തെ വ്യത്യസ്തമാക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഐഡൻറ്റിറ്റിയാണ് ഈ ഗ്രാമത്തിൻ്റെ സെൻറ്ററിലുള്ള ഈ കുരിശ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഏലമാണ്. ഏലം, കുരുമുളക്, അതുപോലെ ജാതിയൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്പൈസസിൻ്റെയും അതുപോലെ വളത്തിൻ്റെയും ഒക്കെ ധാരാളം ഷോപ്പുകൾ നമ്മുടെ ഉദയഗിരി ഗ്രാമത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ സൈഡിലൊക്കെ ധാരാളം ഷോപ്പുകളുണ്ട്. ഇതാണ് ഏലക്കയുടെ ഗ്രേഡിംഗ് മെഷീൻ. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിപ്പം അനുസരിച്ച് തിരിയുന്നത്. അതായത് ഇത് 8+8 വലിപ്പമുള്ളത്, അത് കഴിഞ്ഞ് 7.5, അത് കഴിഞ്ഞ് 7, 6, ഏറ്റവും ലാസ്റ്റ് ഇങ്ങനെ ചെറിയ പാൻ എന്ന് പറയും. പാൻ അല്ലേ? പാൻ ഏറ്റവും ചെറുത് എങ്ങനെ തിരിഞ്ഞു. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ കിട്ടണേ. അതെ എല്ലാം കയറി പോകുമായിരിക്കും അല്ലേ? പേര് പറഞ്ഞില്ല ചേട്ടാ? എൻ്റെ പേര് സിബി അല്ലേ? ചേട്ടൻ്റെ പേരോ? എൻ്റെ സാബു. ഉന്മേഷ്. എല്ലാവരും ഏലക്ക ബിസിനസ് ആണോ? പുള്ളി ട്രേഡറാണ്. ആണല്ലേ? ചെറിയ ട്രേഡ് ചെയ്യുന്നു. ഇത് ശരിക്കും ഏലക്കാട് സോർട്ടിംഗ് മെഷീനാണ്. സെൻസർ വെച്ചിട്ട് ലൈറ്റ് വെച്ചിട്ട് സോർട്ടിംഗ് ആണ്. ഇതിന്റെ മുകളിൽ ഇവിടെ നമ്മൾ താഴെ ഇടുന്നു, ലിഫ്റ്റ് വഴി മുകളിൽ കയറി വീഴുന്നു. ഇത് ലൈറ്റ് സെൻസറിംഗ് ലൈറ്റ് ഉണ്ട്. അതുവഴി ഇത് 2 ടൈപ്പായിട്ട് വീഴുകയാണ്. നല്ല ടൈപ്പ് ഒരു സൈഡിലും, അത് ചൊറി വാവട്ടല്, അതുപോലെ തന്നെ മഞ്ഞ കളറുള്ളത്. അപ്പൊ അങ്ങനെ മാറ്റി വെച്ചെങ്ങനെയാണോ? അങ്ങനെ മാറ്റി വെച്ചിരിക്കുന്ന റിജക്ഷൻ ക്വാളിറ്റിയാണ്. ഇത് കളർ കുറഞ്ഞത് ഇതൊന്നും പാടില്ല. ഇല്ല, ഇത് സോർട്ട് ചെയ്ത് ഇത് മാറ്റും. എന്നിട്ട് നല്ല സാധനമാണ് നമ്മൾ ഗ്രേഡിംഗ് മെഷീൻ ഇട്ട് ഗ്രേഡ് ചെയ്തിട്ട് പല സൈസായിട്ട് ഇത് ചെയ്യും. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അപ്പോൾ അത് തോപ്രാംകുടിയിൽ നിന്ന് മേരിയിരിക്ക് പോകുന്ന ആ ഒരു വഴിയിലേക്ക് ചെന്ന് കയറാൻ പറ്റും. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ അവിടെയും കുറച്ച് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു നല്ല ഒരു ഷോപ്പ് നമുക്ക് കാണാൻ പറ്റും. ഹായ്, ഉദയഗിരിക്കാരാണോ? ആണ്. എന്നാ പേരെന്താ? ആൽബിൻ. നിതിൻ. ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമൊന്നുമില്ല. നമ്മുടെയാണോ കട? ആണല്ലേ? ഹായ് ചേട്ടാ, എന്നാ വിശേഷം? കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. എന്നാ പ്രൊഫഷണൽ സ്റ്റോറാണോ? എല്ലായിട്ടും ഉണ്ട്. എന്താണ് ഉദയഗിരി എന്ന് പേര് വരാൻ കാരണം? ഉദയഗിരി എന്നുള്ള പേരെന്ന് പറഞ്ഞാൽ ഈ പ്രദേശം ഇടുക്കി ജില്ല മൊത്തം ഗിരികളാണ് കൂടുതൽ. ഈ മലയൊക്കെ ഉള്ള കാരണമായിരിക്കും ഗിരി എന്നുള്ള ഇത് വന്നത്. കാരണന്മാരായിട്ട് വന്നുള്ള കാലത്തിട്ട പേരാണ്. ശരിക്കും ഇതിനു മുമ്പ്, ഏലത്തിന് മുമ്പ് ഇവിടെ കാപ്പി അല്ലായിരുന്നു മെയിനായിട്ട്? കാപ്പി കൊടി ആദ്യകാലത്തെ ഏലക്കാടുകൾ തന്നെയായിരുന്നു. മറ്റേ കുത്തക മുതലാളിമാരുടെ കാലത്ത് ഏലക്കാടായിരുന്നു. അതെല്ലാവർക്കും കുറച്ച് കൊടുത്ത കുടിയേറ്റം കയറി വന്ന ചെറിയ ചെറിയ കൃഷികളിലേക്കായി 1-2 ഏക്കർ വെച്ച് എല്ലാവരിലായി. ഏലമാണ് പ്രധാനം. ഏലം തേയിലയും. ഓക്കെ. ഈ ഗ്രാമത്തിൽ നമ്മൾ വന്ന് നിൽക്കുന്നാൽ ആ പള്ളിയുടെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എവിടെ നിന്നാലും നമുക്ക് ഉദയഗിരി ഗ്രാമത്തിൻ്റെ പള്ളി നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് കുറച്ചങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഒരു തേയില തോട്ടമൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിനോട് ചേർന്ന് തന്നെ ഉദയഗിരി സർവീസ് സഹകരണ എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലും മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ.
ഗ്രൗണ്ടുണ്ട്. ഗ്രൗണ്ട് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ പള്ളിയുടെ ഒന്ന് തോന്നുന്നു നല്ലൊരു ഓഡിറ്റോറിയം നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിന് താഴെയൊക്കെ ഫുൾ കൃഷിയിടങ്ങളാണ്. ശരിക്കും നമ്മൾ ഈ തോപ്രാംകുടിയിൽ നിന്നൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഈ ഒരു ബിൽഡിങ് പെട്ടെന്ന് നമ്മളെ അട്രാക്ഷൻ ചെയ്യും. അതിന് ആ ഗ്രൗണ്ടും അതുപോലെ ബാക്കിലുള്ള ഓഡിറ്റോറിയം ഒക്കെ നമ്മൾ വൈകുന്നേരം സമയത്താണെങ്കിൽ ഇവിടെ നല്ല വോളിബോളും ഫുട്ബോളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കാണാൻ വന്ന തേയിലത്തോട്ടം ഇതാണ് കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തോപ്രാംകുടിയിൽ നിന്ന് വരുമ്പോഴും കട്ടപ്പനയിൽ നിന്ന് വരുമ്പോഴും ഇതിൻ്റെ തുടക്കം തേയിലത്തോട്ടമാണ്. അതാണ് ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകത കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഇവിടെ ഒരു തേയില ഫാക്ടറി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ആ ഫാക്ടറിയിലേക്ക് ഈ തേയില കൊളുന്തുകളൊക്കെ കൊടുക്കണേ. നേരത്തെ ഇത് മൂന്നാർ വാഗമണ്ണൊക്കെ ആയിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എന്നാണെങ്കിലും അതിന് നടുക്കൊരു ബിൽഡിങ് അല്ലേ, അടിപൊളിയല്ലേ. അപ്പോൾ അപ്പോൾ ഈ കാണുന്ന വഴി കൂടെ നമ്മൾ അങ്ങോട്ട് കയറി പോയാൽ പള്ളിയുടെ മുറ്റത്തേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മൾ ആദ്യം കണ്ട ഓഡിറ്റോറിയം ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ബട്ട് പ്രധാനമായിട്ട് നമ്മൾ പ്രകാശമൊക്കെ 1-2 വട്ടം ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രകാശം എന്ന് വേറെ 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഉദയഗിരി ഗ്രാമത്തിലേക്ക് കേട്ടോ. അതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ പുഷ്പഗിരി, കൊച്ചുകാമാക്ഷി, പള്ളിക്കാനം, വെട്ടിക്കാമറ്റം, ഇരട്ടയാറ്, കട്ടപ്പന അങ്ങനെയാണ് പോകുന്നത്. ഫൈനലി ഞാനങ്ങനെ യാത്ര ചെയ്തിട്ട് നമ്മുടെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിലേക്ക് വന്നു. ഇതിൻ്റെ 2 സൈഡിൽ കൂടെ കയറി പോകാൻ വഴിയുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് സൈഡിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണെങ്കിലും വളരെ ആംബിയൻസിലിരിക്കുന്ന പള്ളിയാണ്. ക്രിസ്മസ് കാലമൊക്കെ ആയി കഴിഞ്ഞാൽ ഈ പള്ളിയുടെ ഫ്രണ്ട് മൊത്തം അലങ്കരിക്കും കേട്ടോ. അതൊരു വല്ലാത്ത വൈബ് തന്നെയാണ്. അപ്പം ഇതിനോട് ചേർന്ന് തന്നെ സെൻറ്റ് മേരീസ് ചർച്ച് ഉദയഗിരി എന്നാണ് പള്ളിയുടെ പേര്. അതിനോട് ചേർന്ന് തന്നെ ഒരു സ്കൂളുണ്ട്, സെൻറ്റ് മേരീസ് UP സ്കൂൾ ഉദയഗിരി എന്ന് പറയുന്നത്. ഇവിടെ ഒരു പാൽ സൊസൈറ്റി നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ടപ്പുറം കുറേ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ നമസ്കാരം. ചേട്ടാ എന്നാ കോഫിയാണോ? ചാനലാണോ? യൂട്യൂബ് ചാനലാണ്. നമ്മുടെ ഗ്രാമങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെയാണ്. പേരെന്നേട്ടാ? ജോസഫ്. ആ എന്നാ കോഫിയാണോ അതോ എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. ആ ശരി, ആയിക്കോട്ടെ. ഞാനാണെങ്കിലോ പള്ളിയുടെ മുറ്റത്തേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. നമുക്ക് ഈ വഴി കയറി പോകാം. ഈ വഴി കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഇവിടുത്തെ കാഴ്ചകളൊക്കെ. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് കയറി പോകുമ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ഡ്രോണൊക്കെ പറപ്പിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ വന്നത്. പക്ഷേ ചെറിയ കാറ്റുണ്ട്, എന്നാലും നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ പള്ളിക്കുള്ളിലേക്ക് കയറാൻ വേണ്ടി ചെറിയൊരു കവാടമുണ്ട്. സ്റ്റെപ്പ് കയറി പോകാൻ സാധാരണ എല്ലാ പള്ളിക്കും സ്റ്റെപ്പ് ഉണ്ട്. ഞാൻ ഓർക്കും ചെയ്തത് ഈ പള്ളിക്ക് എന്ത് സ്റ്റെപ്പില്ലെന്ന്. പക്ഷേ നമ്മൾ ആ റോഡ് കടന്ന് ഇങ്ങനെ കയറി വരുമ്പോഴാണ് ഈ പള്ളിയുടെ സ്റ്റെപ്പ് കാണുന്നത്. ഓ, നമ്മളിതേ കയറി ചെല്ലുമ്പം വേറൊരു വൈബാട്ടോ. എൻ്റെ പൊന്നെ, അതേ നോക്കി ആ പള്ളിയുടെ ഫ്രണ്ട് കവാടമൊക്കെ കേട്ടോ, അടിപൊളി. ശരിക്കും ഡ്രോണൊന്നും പറപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പള്ളിയുടെ മുറ്റത്ത് കയറിയാൽ തന്നെ നമുക്കൊരു ടോപ്പ് വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേറ്റത്ത് നമ്മൾ ആദ്യം കണ്ട തേയിലത്തോട്ടം, ഓഡിറ്റോറിയം എല്ലാം നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. നല്ലൊരു മരത്തിൻ്റെ കീഴെയാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ തന്നെ നമ്മുടെ പള്ളിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതിനോട് ചേർന്ന് നമ്മുടെ ഉദയഗിരി പള്ളി ഇവിടെ നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതൊരു അടിപൊളി ആംബിയൻസിലിരിക്കുന്ന ഒരു പള്ളിയാണ് കേട്ടോ. അപ്പം ഈ പള്ളിയുടെ ഫ്രണ്ടേജൊക്കെ നല്ല കിടിലനായിട്ട് ഇങ്ങനെ അലങ്കരിച്ച് അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഇതാണ് പള്ളിയുടെ ഫ്രണ്ടേജ്. നിങ്ങൾ നോക്കിക്കേ, ആ ഗ്രോട്ട് സത്യത്തിൽ അവിടെ പൊങ്ങിക്കുകയാണ്. നമ്മൾ അതിലൂടെ കയറി വരുമ്പോഴാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം, ഒരു ചെറിയ കുരിശൊക്കെ ഇവിടെ നിന്ന് തോന്നുന്നത്. ഈ പള്ളിയാണ് സത്യത്തിൽ ഈ ഉദയഗിരി ഗ്രാമത്തെ വെറൈറ്റി ആക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വഴിയൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ള സ്കൂൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. സെൻറ്റ് മേരീസ് UP സ്കൂൾ ഉദയഗിരി. ഇവിടെ UP സ്കൂളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇരട്ടയാറ് പോകണം, അല്ലെങ്കിൽ തോപ്രാംകുടി പോകണം ഹൈസ്കൂളിലേക്ക് പഠിക്കുവാൻ വേണ്ടി. അപ്പം
നല്ല മനോഹരമായിരിക്കുന്ന ആംബിയൻസിൽ നല്ല മഞ്ഞൊക്കെ ഏറ്റ് നല്ല കാറ്റൊക്കെ ഏറ്റ് നല്ല ആംബിയൻസിലിരിക്കുന്ന ഒരു സ്കൂൾ അല്ലേ. അപ്പം ഇതൊക്കെ ഒരു വെറൈറ്റിയാണ് ഇവിടുത്തെ കാഴ്ചകൾ. നമ്മൾ ഇതിന് താഴെ നമുക്ക് നോക്കുമ്പോൾ ശരിക്കും ഫസ്റ്റ് കവാടം ഇവിടെയാണ് കേട്ടോ സ്കൂളിൻ്റെ. നോക്കിയേ എന്ത് രസമെന്ന് നോക്കിയേ, അടിപൊളിയല്ലേ. അപ്പം നമ്മൾ ആദ്യം കണ്ട ആ മേഖലയൊക്കെ നമുക്ക് കാണാൻ പറ്റും. കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. സ്കൂൾ തുറന്നാൽ പിന്നെ ഭയങ്കര ആഘോഷമാണല്ലോ അല്ലേ. ഓടെ വീടെടുത്തു കേട്ടോ. ഹായ് ഹായ്. എനിക്ക് ആ കുട്ടികളൊക്കെ നല്ല ടാറ്റയൊക്കെ അവിടെ നിന്ന് തന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം പിള്ളേരുടെ സാർമാരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് മുന്നോട്ട് പോകാം അല്ലേ. ദേ ഉദയഗിരി. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം കാറ്റാട്ടോ. കാറ്റുള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രോൺ വിഷനൊക്കെ? അടിപൊളിയല്ലേ? പക്ഷേ എൻ്റെ മോനെ എന്ത് രസമല്ലേ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ സ്കൂളിൻ്റെ ഫ്രണ്ടേജിൻ്റെ ഒരു കാഴ്ച കണ്ടിട്ട് നമുക്ക് ഈ ഗ്രാമത്തോട് ഇവിടെ പറയാം അല്ലേ. അതിന് മുമ്പ് നമുക്ക് അവിടെ പോയിട്ട് ആ തേയിലക്കാടിൻ്റെ ഒരു ഡ്രോൺ വിഷനുകൾ നമുക്ക് എടുക്കണം. ഇതാണ് സ്കൂൾ കേട്ടോ, സെൻറ്റ് മേരീസ് UP സ്കൂൾ ഉദയഗിരി. ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയം ഒക്കെ ഉണ്ട്, നമുക്കൊന്ന് കാണാമല്ലേ. ഇതാണ് സ്കൂള്, സെൻറ്റ് മേരീസ് UP സ്കൂള് ഉദയഗിരി. നല്ല മനോഹരമായിരിക്കുന്ന അംബിയൻസിൽ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഒരു സ്കൂൾ കേട്ടോ. നോക്കി ആ സ്കൂളിൻ്റെ മുറ്റത്തുള്ള ആ പേരമരവും അതുപോലെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ അടിപൊളിയല്ലേ. അപ്പം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്കട ബസ്സൊക്കെ പോകുന്ന ഒരു കാഴ്ച നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റും. എങ്ങനെയുണ്ട്? സെറ്റല്ലേ? നമ്മൾ ഉദയഗിരി ഗ്രാമത്തിൻ്റെ അടിപൊളി ഡ്രോൺ വിഷലും അതുപോലെ അടിപൊളി വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല കിടില എപ്പിസോഡായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇൻസ്റ്റയും അതുപോലെ ഫേസ്ബുക്ക് പേജും ഇടുക്കി ചില്ലീസ് മീഡിയ എന്നാണ്, അതും കയറി ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.